രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വറുത്തരച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വറുത്തരച്ച നാടൻ ബീഫ് കറിയാണ്. അതിനായിട്ട് ഞാനൊരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാൻ ബീഫ് കുക്കറിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഇതെല്ലാം ചതച്ചതുകൂടെ ബീഫിനൊപ്പം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ ഞാനൊരു 10 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാല, ഇത്രയും ഞാൻ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി പിടിപ്പിച്ച് ഒരു ശകലം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് നമുക്കിതൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു 5 വിസിലിന് ഇത് വേവണം. 3/4 വേവേ ആകാവൂ. ബാക്കി നമുക്ക് കറി അരപ്പ് ചേർത്തിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം. വറുത്തരച്ച് നാടൻ ബീഫ് കറിയാണ് ഞാൻ വെക്കുന്നത്. ബീഫിനെ നമ്മൾ വേവിച്ചെടുത്തിട്ട് നമുക്ക് തേങ്ങ വറുത്തരച്ച് ഞാൻ കറി വെക്കും. ബീഫ് വേവിട്ടപ്പോഴത്തേക്ക് നമുക്കിത് തേങ്ങ വറുത്തെടുക്കാം. തീയലിന് വറക്കുന്നത് പോലെ ഞാനൊരു 3 സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട്. അല്പം ഉണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് പെരുംജീരകം കൂടെ ചേർത്ത് കൊടുത്തു. തേങ്ങ വറുത്തിട്ടുണ്ട്. ഞാനിനി ഇത് പൊടിച്ചുകൊണ്ട് വരാം. ഒട്ടും വെള്ളമയം ചേർക്കരുത്, പൊടിച്ചുകൊണ്ട് വരണം. നമുക്കിനി ബീഫ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടൊരു 2 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നു. ഞാനിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഞാനിതിലേക്ക് 1 സ്പൂണ് തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്തും വേണ്ടവർക്ക് ചേർത്താൽ മതി, അത് ഓപ്ഷനിലാണ്. ഞാനിതിലേക്ക് ചുവന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് നേരത്തെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും കൂടെ ഞാൻ ബീഫിൻ്റെ കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ 2 സവാള ചോപ്പ് ചെയ്തോടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 1 തക്കാളിപ്പഴം ചോപ്പ് ചെയ്തോടെ ചേർത്ത് കൊടുക്കുന്നു. സവാള, ചെറിയുള്ളി എല്ലാം കൂടെ ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഒരു 3 സ്പൂണ് ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഗരം മസാല 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ബീഫ് അതിൽ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. 3/4 വേവേ ആയിട്ടുള്ള ബീഫ്, ബാക്കി ഇതിനകത്ത് കിടന്ന് വേവണം.
നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഞാനൊരു 1/2 സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഞാൻ ഈ കുക്കറിൽ അല്പം വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്, അതുകൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫും വേവുണ്ട് ഇനി, അതുകൊണ്ട് ഇതിൽ കിടന്ന് നല്ലോണം വേവണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് പൊടിച്ച് വെച്ച തേങ്ങ, നമ്മൾ വറുത്ത് പൊടിച്ചില്ലേ, ആ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വറുത്തരച്ച ബീഫ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്രേവിയൊക്കെ ഒന്നുകൂടെ ഒന്ന് കുറുകണം. ഞാൻ അടച്ചു വെക്കുകയാണ്. ഞാൻ അല്പം മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. വറുത്തരച്ച ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല മണവും നല്ല രുചിയും ഉള്ള ബീഫ് കറി. നന്നായിട്ട് വറുത്തരച്ച് തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട നല്ല നാടൻ ബീഫ് കറി. ഉള്ളിയൊക്കെ കണ്ട് ഇതുപോലെ കിടക്കണം. കൊച്ചുള്ളി കണ്ടോ, ഇതുപോലെ കിടക്കണം. നല്ല തേങ്ങാക്കൊത്തും എല്ലാം കൂടെ നല്ല ടേസ്റ്റിയാണ് ബീഫ് കറി. ഇങ്ങനെ വറുത്തരച്ച് നാടൻ ബീഫ് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. കണ്ടിട്ട് മാത്രം പോകരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.